അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7ാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. ലിസാനുൽ ഖുർആനിന്റെ 2024 കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2-3 വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാവും എങ്ങനെയാണ് ലിസാനുൽ ഖുർആനിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക, അതുപോലെ ഏതൊക്കെ ഭാഗം നിന്നാണ് പ്രധാനമായിട്ട് ചോദ്യം വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് അത്തഫിൻ്റെ അക്ഷരങ്ങൾ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇത് എല്ലാ പാദവാർഷിക പരീക്ഷയിലും വരുന്നൊരു ചോദ്യമാണ്. അത്തഫിൻ്റെ അക്ഷരങ്ങൾ സ്യൂട്ടബിൾ ആയത് യോജിച്ചത് ചേർത്ത് കൊടുക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാലു ലബിസ്ന യൗമൻ ഡാഷ് ബാലയവും. ഫാ ഉണ്ട്, ഔ ഉണ്ട്, സുമ്മുണ്ട്. ഏതാണ്? ഖുർആൻ ആയത്താണത് അല്ലേ? ഔ ആണ് അവിടെ. ഔ ബാലയവും. ഖദിമൽ ഹുജ്ജാജു, ഹുജ്ജാജ് മുന്നിട്ട് വന്നു. അപ്പോൾ ഹത്ത എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഹത്തൽ മുഷാത്തു, മുഷാത്ത് വരെ. അപ്പോൾ ഹത്ത കൊടുക്കണം. അടുത്തത് കുൻ ആലിമൻ, നീ ആലിമാവുക, അല്ലെങ്കിൽ നീ മുത്തഅല്ലിമാവുക. അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിനാണ് ഔ ഉപയോഗിക്കുക. അപ്പോൾ ഔ മുത്തഅല്ലിമൻ, അല്ലെങ്കിൽ നീ മുത്തഅല്ലിമാവുക, പഠിതാവാവുക. 4 തഅല്ലമൽ വലതു അൽ ഖുർആന, കുട്ടി ഖുർആൻ പഠിച്ചു. പിന്നീട് സുമ്മയാണ് അവിടെ വേണ്ടത്. സുമ്മൽ ഹദീസ, പക്ഷേ ഹദീസ് പഠിച്ചു എന്നാവില്ല. അല്ലെങ്കിൽ ഇമ്മയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്നർത്ഥം വരിക, അപ്പോൾ അതും പറ്റൂല. ഇമ്മയാണെങ്കിൽ ഓർ എന്നുള്ള അർത്ഥം, ലാക്കിനാണെങ്കിൽ പക്ഷേ അതാ വരിക. അപ്പോൾ നമുക്കവിടെ ഏറ്റവും സൂട്ടബിൾ ആയ അർത്ഥം സുമ്മയാണ്. ഖുർആൻ പഠിച്ചു, പിന്നെ ഹദീസ് പഠിച്ചു. ഹൽ വാലിദുക താജിറുൻ, നിന്റെ ഉപ്പ ബിസിനസ്മാൻ ആണോ അതല്ല കൃഷിക്കാരനാണോ, കർഷകനാണോ? അപ്പോൾ അമ്മ ഉണ്ട്, ഫ ഉണ്ട്, ഇമ്മ ഉണ്ട്. അവിടെ കറക്റ്റ് ഏതാണ്? അം. അടുത്തത് ഫേല്, ഫായില്, മഫ്ഊല്, ഫേല്, നായിബ് ഫായില്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫതഹത്തി ഫേല്, അൽ ബിന്ദു, അൽ ബാബ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മജ്ഹൂൽ എങ്ങനെ പറയാം? അപ്പോൾ ഈ ബാബ എന്ന് പറയുന്ന സംഗതിയെ എന്ത് ചെയ്യുക? അവസാനത്തെ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് അവസാനത്തെ ബായിന് ലൊമ്പ് കൊടുക്കുക. അപ്പം എന്താ വായിക്കുക? അൽ ബാബു. മറ്റേ ഉത്തരം അവിടെ ഉണ്ട്, ഫുത്തിഹ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മഫ്ഊല് അഥവാ തേർഡ് കോളത്തിലുള്ള സാധനത്തിന് എന്ത് ചെയ്യുക? ഇവിടുത്തെ കോളത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഫിഅലിൻ്റെ ആദ്യത്തിൽ ലമ്മ് കൊടുത്തിട്ട് ആ ഫിഅലിനെയും മാറ്റുക. അപ്പോൾ കസറത്തി ഡാഷ് അസുജാജത്ത, എന്താണ്? കസറത്തിൽ ഹിറത്തു, പൂച്ച എന്ത് ചെയ്തു? പൊട്ടിച്ചു. സുജാജത്ത് പൊട്ടിച്ചു. അപ്പോൾ അതിനെ നമ്മൾ മജ്ഹൂലാക്കുമ്പോൾ കുസിറത്തി സുജാജത്തു, സുജാജത്ത് പൊട്ടിക്കപ്പെട്ടു. അടുത്ത യുൻസിലുല്ലാഹുൽ മത്തറ, അള്ളാഹു മഴയെ എന്ത് ചെയ്യുന്നു? വർഷിപ്പിക്കുന്നു. അപ്പോൾ യുൻസലുൽ മത്തറു, ഈ മുളാരിനെ മജ്ഹൂലാക്കുമ്പോൾ യുൻസലുൽ മത്തറു. അടുത്ത ഇവിടെ ലാസ്റ്റ് ലൊറബ ഡാഷ് അൽ അഖറബു, അത്ര മാത്രമേ ഉള്ളൂ. ലൊറബൻ്റെ മജ്ഹൂൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, ലുരിബാണ് അല്ലേ? ഒരു മജ്ഹൂൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തിൽ ലമ്മ കൊടുക്കുക, അവസാനത്തെ അക്ഷരത്തിന് മുമ്പിൽ കസ്ർ കൊടുക്കുക. അപ്പോൾ ലൊറബ എന്നുള്ളതിൻ്റെ ലോദിന് ലമ്മ കൊടുത്ത ലൂരിയെ ലു ആയി, പിന്നെ റായിന് കസ്ർ കൊടുത്ത രി ആയി. അപ്പോൾ ലുരിബ. അപ്പോൾ ഈ ഫുത്തിഹൻ്റെ ഈ കോളത്തിൻ്റെ താഴെ ഇതുണ്ട് ലുരിബ എന്നാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയി. ഇനിയിപ്പോൾ ഇവിടെയും ഇവിടെയാണ് വേണ്ടത്, രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളത്തിലും. അപ്പോൾ ഇവിടെ അക്രബ് എന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതുക, എന്നിട്ട് മത്തറിൻ്റെ താഴേക്ക് അക്രബിനെ എഴുതുക, എന്നിട്ട് അവസാനത്തിൽ എന്ത് ചെയ്യുക? ഫത്തഹ് കൊടുക്കുക. അപ്പോൾ എന്തായി? അക്രബ. ഇനി ഇവിടെ ഫായില കിട്ടുന്നുണ്ട്, അതിനെന്താണ്? വലത്. അപ്പോൾ ലറബൽ വലതു അൽ അക്രബ. ഓക്കെ. ഇനി അൽ ഫീലു നൗആനി മഅറൂഫുൻ വ മജ്ഹൂലുൻ, എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഫീല് നൗആനി, ഫീല് 2 വിഭാഗമാണ്. ഒന്ന് എന്താണ്? ആക്റ്റീവ് വോയിസും മറ്റേ പാസീവ് വോയിസും. ഫീൽ മഅറൂഫുൻ വ മജ്ഹൂലുൻ. ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലുഹു, ഫീലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടാൽ അതിനെന്ത് പറയും? മഅറൂഫ് എന്ന് പറയും. അപ്പോൾ നിങ്ങളവിടെ മഅറൂഫ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി യുസമ്മ മഅറൂഫിന് എഴുതിയാൽ പെർഫെക്റ്റ് ആയി. വ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ യുസമ്മ മജ്ഹൂലൻ. അവിടെ യുസമ്മ എന്ന് എഴുതി കൊടുക്കേണ്ടത്, മജ്ഹൂലൻ അവിടെ ഉണ്ട്.
ഓക്കെ, യുസമ്മ. അടുത്തത് മഫ്ഊല് ഫീഹി, മഫ്ഊല് ബിഹി, മഫ്ഊല് മുത്തലക്ക് എന്നിവ വേർതിരിക്കാനാണ്. ഇത് എല്ലാ വർഷവും പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണിത്. കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ട് അത് മഫ്ഊല് ഫീ ആണോ മഫ്ഊല് ലഹു ആണോ എന്നൊക്കെ വേർതിരിക്കാനാണ്. യർജിഉൽ ഔലാദു മിനൽ മദ്റസത്തി മസാഅൻ, എന്താർത്ഥം? മസാഅൻ എന്നാണ്. മസാഅൻ എന്ന് പറഞ്ഞാൽ ഈവനിങ് എന്നാണ്. അപ്പോൾ ഒരു ടൈമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ടൈം പറയുന്നത് എന്താണ്? മഫ്ഊല് ഫീഹി ആണ്. മഫ്ഊല് ഫീഹി. അടുത്തത് ശരിബത്ത് തിഫ്ലു അൽ ഹലീബ, കുട്ടി എന്ത് ചെയ്തു? കുടിച്ചു. ഹലീബിനെ കുടിച്ചു. എന്തിനെ? പാലിനെ അല്ലേ. അപ്പോൾ പാലിനെ കുടിച്ചു എന്ന് പറയുമ്പോൾ മഫ്ഊല് ബിഹി ആണ്. എന്തിനെ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആയിരിക്കും എന്ത്? മഫ്ഊല് ബിഹി. അല്ലെങ്കിൽ സമയമാണെങ്കിൽ മഫ്ഊല് ഫീഹി, അല്ലെങ്കിൽ സ്ഥലമാണെങ്കിൽ മഫ്ഊല് ഫീഹി. സ്ഥലം, ടൈം അതൊക്കെയാണെങ്കിൽ മഫ്ഊല് ഫീഹി. എന്തിനെ എന്നാണെങ്കിൽ അതെന്താണ്? മഫ്ഊല് ബിഹി. നവ്വറൽ ഖാദിമു അൽ മിസ്ബാഹ, ഖാദിം എന്ത് ചെയ്തു? സെർവൻ്റ് എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു. അപ്പോൾ എന്തിനെ കത്തിച്ചു? മിസ്ബാഹിനെ. മഫ്ഊല് ബിഹിയാണ്. ആഷൽ ആലിമു ഈശത്തൽ മസാക്കീൻ, പണ്ഡിതൻ ജീവിച്ചു. മിസ്കീന്മാരുടെ ജീവിതം ജീവിച്ചു. അപ്പോൾ ഈശത്തൻ മഫ്ഊല് മുത്തലക്കാണ് അല്ലേ. മസ്ദറാണല്ലോ മഫ്ഊല് മുത്തലക്ക്. അപ്പോൾ മഫ്ഊല് മുത്തലക്കാണ് അവിടെ. അടുത്ത് യൗകുൽ ഖിർദു അൽ മൗസ അക്ലത്തൻ, യൗകുൽ ഖിർദു അൽ മൗസ, മൗസിനെ അക്ലത്തൻ. അപ്പോൾ അവിടെ എന്താണ്? ഖിർദ് കഴിക്കുന്നു, മൗസിനെ അക്ലത്തൻ. മഫ്ഊല് മുത്തലക്ക് അല്ലേ, മസ്ദറായിട്ടല്ല വന്നത്. അങ്ങനെ. ഇനി അടുത്ത് വ്യക്തമാക്കാനാണ്. എന്താണ് മഫ്ഊല് മുത്തലക്ക് എന്നാൽ എന്ത്? അത് നിങ്ങൾ എല്ലാവരും പഠിച്ചോളിട്ടോ. അതായത് നിർവചനം, മഫ്ഊല് മുത്തലക്ക് എന്നാൽ എന്ത്, അതുപോലെ മഫ്ഊല് ഫീഹി എന്നാൽ എന്ത്, പിന്നെ മഫ്ഊല് ഫീഹി എന്നാൽ എന്ത്, മഫ്ഊല് ലഹു എന്നാൽ എന്ത്. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. മഫ്ഊല് മുത്തലക്ക്, മഫ്ഊല് ലഹു, മഫ്ഊല് ഫീഹി. അപ്പോൾ ഇവിടെ ആദ്യം മഫ്ഊല് മുത്തലക്കാണ് ചോദിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. മഫ്ഊല് മുത്തലക്ക് എന്നാൽ എന്ത്? എന്താണ് മഫ്ഊല് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ? വൽ മഫ്ഊലു മുത്തലഖു മസ്ദറുൻ ദുക്കിറ ബഅദ ഫിഅലിഹി ലി ബയാനി നൗഇൽ ഫീലി ഔ തഅകീദി ഔ ലി തഅകീദിൽ ഫീലി ഔ ലി ബയാനി അദദിഹി. അതുവരെയാണ് കാണാൻ പഠിക്കേണ്ടത് കേട്ടോ. അടുത്ത മഫ്ഊലു ലഹു എന്നാൽ എന്ത്? മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീലി ലദി ഖബ്ലഹു. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഈ ഡെഫിനിഷൻ്റെ, ഈ നിർവചനത്തിൻ്റെ കുറച്ച് ഭാഗം നിന്ന് ബാക്കി പൂരിപ്പിക്കാനും വന്നിരുന്നു. അപ്പം എന്തായാലും ഈ നിർവചനം വളരെ നിർബന്ധമാണ്. ഇതെന്തായാലും വരും. പിന്നെ മഫ്ഊല് ഫീഹി, മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനിഹി. ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനിഹി. അടുത്ത നുതർജിമു, ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാർ, കുറ്റവാളി ചുമരിന് പിന്നിൽ ഒളിച്ചു. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, ജിദാർ എന്ന് പറഞ്ഞാൽ ചുമര്, ഖൽഫ പറഞ്ഞാൽ പിന്നിൽ. അപ്പോൾ കുറ്റവാളി ചുമരിന് പിന്നിൽ ഒളിച്ചു. ഫതഹൽ ഖാദിമു അദ് ബവ്വാബ, ഗേറ്റ് തുറന്നു. ആര്? സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു. ഇത് അറബിയാക്കാനാണ്. ഇത് കിതാബിലുള്ള വാക്കുകൾ, നിങ്ങളെ കിതാബിൽ അതേപോലെ കൊടുത്ത വാക്കുകൾ എന്ത് ചെയ്തു? നേരെ വന്നതാണ്. നിങ്ങളെ പുസ്തകത്തിൽ 12ാമത്തെ പേജിലുണ്ട് ഇതേ വാക്കുകൾ, അതിൻ്റെ അർത്ഥവും. അതുപോലെ ചോദ്യം വന്നതാണ്. മത്സരത്തിൻ്റെ അറബി എന്താണ്? മുബാറാത്ത്. യുദ്ധക്കളം മഅറക്. കൂരൻ സഅലബ്. മുക്കാലിസ്റ്റൂൾ ഉസ്കുംല. അപ്പോൾ ഇതാണ് 2024 ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി
ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് നോക്കാം.